ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 4 തിരുവചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, ദൈവമായ കർത്താവ് നമ്മളെ എത്രമാത്രം വിലയുള്ളവരായി കണക്കാക്കുന്നു എന്ന് ഈ തിരുവചനത്തിലൂടെ അവിടുന്ന് വ്യക്തമാക്കി തരികയാണ്. സ്വന്തം ജീവനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നല്ല ഈശോ കാൽവരി കുരിശിൽ സ്വന്തം ജീവൻ ബലിയായി നൽകിക്കൊണ്ട് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധത്തിൽ നമ്മൾ പൂർണ്ണമായി വിടുവിച്ച് ദൈവമക്കളുടെ സ്ഥാനത്ത് നമ്മളെ ഓരോ മക്കളെയും ഉയർത്തി. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും ഭോഷനായി കരുതിയാലും ദൈവസന്നിധിയിൽ എനിക്കൊരു വിലയുണ്ട്. ആ ദൈവം എന്നെ മാനിക്കും, പരിപാലിക്കുമെന്ന പൂർണ്ണബോധത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവസന്നിധിയിൽ ഞങ്ങൾക്കുള്ള വില മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖത്തിൻ്റെയും നിരാശയുടെയും എല്ലാ കെട്ടുകളിൽ നിന്നും വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുവാൻ ഓരോ മക്കളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.